ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സേമിയ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് സേമിയ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് അല്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സേമിയയിലേക്ക് പിടിക്കാനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി വറുത്ത് വെച്ച സേമിയയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്കായി പോകരുത്. ബോയിലായ ശേഷം ഒരു 2-3 മിനിറ്റ്സും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ സേമിയ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സേമിയ ഇപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിക്കിനെസ് ഇല്ലാതെ കിട്ടാനായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്താൽ അപ്പോൾ തന്നെ അതിന് മുകളിൽ അല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പച്ചമുളകും അല്പം വേപ്പിലയും കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ ക്രഷ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കടലമാവും ഉള്ളിയും മസാലകളെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സേമിയയും കടലമാവും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സേമിയയിലുള്ള വെള്ളം മാത്രം മതിയാവും. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് ഓയിലിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വടയുടെ രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിയിച്ചെടുത്താൽ മതിയാവും. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ബാക്ക് സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് സേമിയയെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതിലധികം എണ്ണയൊന്നും കുടിക്കാതെ നന്നായി തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളത് കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സേമിയ വെച്ചിട്ടുള്ള നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് ഫീഡ്ബാക്സിനെല്ലാം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.